എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രാവിലെ കൊച്ചിന് ടിഫിൻ കൊടുത്തു വിടാനായിട്ട് അവന് ചീസും ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് പൂരി ഉണ്ടാക്കുന്നത്. അപ്പം പൂരി ഒരു ടിഫിൻ കൊണ്ടുപോകാൻ വേണ്ടാന്ന് പറഞ്ഞ് അതിൻ്റെ കറിയൊക്കെ പോകുമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് കൊടുത്തു വിട്ടത്. അപ്പോൾ പൂരിയൊക്കെ ഞാൻ ഉണ്ടാക്കി ചായയും റെഡി ആയിരുന്നു. അപ്പം ചായയും കൂടെ കുടിക്കാനായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഒന്ന് അടപ്പത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ മീൻ ഞാനെടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. ഇന്ന് കപ്പയും മീനും വേവിക്കുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടിക്കാനായിട്ടൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊച്ചിന് ഇത് കൊടുത്തു വിട്ടു. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ മുട്ട തോരൻ വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ചീനിച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് ഇതിലേക്കൊരു തണ്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ചു. ഇതിലേക്ക് 2 സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2-3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കപ്പ ഇവിടെ ഒന്ന് ഊറ്റി എന്നിട്ട് രണ്ടാമതും വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. മുട്ട ഞാനിപ്പോൾ ഒന്ന് ചെറിയ തീയിലവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. തുറന്നു നോക്കിയണേ അത് ഇച്ചിരി ഒന്ന് പച്ചപ്പൊക്കെ പോയി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു ഉച്ചയ്ക്ക് വന്നുണ്ടേ അവന് ഞാൻ പൂരി മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അവന് പൂരി മതിയെന്ന് പറഞ്ഞ് അവന് പൂരി ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. ആ ഓയിലൊക്കെ ഞാൻ അങ്ങനെ അടച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കൊച്ചിന് കൊടുത്തതിന് ശേഷം പിന്നെ മീൻ ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് അതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു. അപ്പോൾ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകും ഇച്ചിരി ഉലുവായും ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഞാൻ ഇഞ്ചി ഒന്ന് നന്നായി ചതച്ചാണ് ചേർത്തത്. എന്നിട്ട് കറിവേപ്പില ഇട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ആ മുളക് പൊടി ഒന്ന് നന്നായി ഒന്ന് ചെറിയ തീരൊന്ന് മൂപ്പിച്ചെടുത്ത് എന്നിട്ട് ഇതിലേക്ക് പുളിയും പുളിവെള്ളവും ചേർത്ത് സ്വല്പം വെള്ളം ഒഴിച്ച് ആ പൊടികളൊക്കെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉലുവാപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അരപ്പൊന്ന് തിളച്ച് വന്നെണ്ണ മീനുകൾ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മീൻ ഞാൻ പീസാക്കിയില്ല. അതുപോലെ ഒന്ന് നമ്മൾ വറക്കാൻ മീൻ വരയത്തില്ലേ അതുപോലെ ഒന്ന് വരഞ്ഞാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പം ഞാൻ ഈ കപ്പയുടെ നടുക്കോട്ട് അരപ്പൂടെ ചേർത്തിടുന്നുണ്ട്. ആ അരപ്പിൻ്റെ അകത്ത് തന്നെ ഞാൻ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ അരപ്പൊക്കെ ഒന്ന് വേവാനായിട്ട്. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല വേവുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാമായിരുന്നു. അപ്പോൾ മീൻകറി വറ്റി വന്നായത് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.